ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ ആരാധന. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-18 തിരുലിഖിതങ്ങൾ. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും. അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ലിസി എന്നാണ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നതാണ്. പത്തനംതിട്ടയിൽ. അപ്പോൾ ഇത് പൂങ്കാവിൻ്റെ പരിസര പ്രദേശത്ത് മാത്രമല്ല, ദൂര സ്ഥലങ്ങൾ, പാല, കാനഡ, പത്തനംതിട്ട, അവിടെ നിന്ന് ആളെ വിളിച്ചിരിക്കുന്നത്. അഭിഷേകാഗ്നി TV പരിപാടികൾ പ്രാർത്ഥിച്ചു നിന്നപ്പോൾ എനിക്ക് വലിയൊരു വിടുതൽ തന്ന പറയാനാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ നാത്തും പറഞ്ഞു, എടി നിൻ്റെ വിഷമങ്ങൾ നിനക്കൊരു വീട് വല്ലതാവും, നീ വട്ടയിലച്ഛൻ്റെ 8:30 അഭിഷേകാഗ്നി പ്രാർത്ഥന ഒന്ന് കാണാൻ പറഞ്ഞു. ഞങ്ങൾ അന്ന് മുതൽ അഭിഷേകാഗ്നി പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കും. ഞാൻ കാണാൻ വെച്ച് താമസിച്ചാലും എൻ്റെ മോള് വഴക്കുണ്ടാകും. 5.5 വയസ്സേ ഉള്ളൂ ഡോണ. 5.5 വയസ്സുള്ള കുട്ടി. അവൾക്ക് കാണണം, ഈ അച്ഛൻ്റെ പ്രാർത്ഥന കണ്ടില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വിഷമമാണ്. അവള് കാണിച്ച് കണ്ണീരോട് പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങൾക്കൊരു വീടുണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അച്ഛൻ പ്രാർത്ഥിച്ചു, വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു, എടി എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്കൊന്ന് പോയി പ്രാർത്ഥിച്ചെങ്കിൽ നമുക്കൊരു വീട് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു. അട്ടപ്പാടി വരെ നമ്മൾ എങ്ങനെ പോവടി എന്ന് പറഞ്ഞു. മമ്മിയെ നമുക്കൊരു വീട് കിട്ടും, നമുക്ക് നമ്മുടെ സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞു. 5-6 വർഷം കൊണ്ട് വീടില്ലാതെ ഞങ്ങൾ ഭാരപ്പെടും. പൈസ എല്ലാം ഒരുക്കി വെക്കുമ്പോൾ ഓരോ പ്രയാസങ്ങളാണ്, തടസ്സം. പൈസ എല്ലാം കൂടെ ഒരുക്കി വെക്കാൻ വേറൊരു വഴിക്ക് അതെല്ലാം കൂടെ കൂടി പോകും. അതായിരുന്നു കുടുംബത്തിലെ സ്ഥിതി. അപ്പോഴാണ് ഈ കുട്ടിയിലൂടെ ദൈവാത്മാവ് അങ്ങോട്ട് പ്രവർത്തിച്ച് ആ കുട്ടി നിസ്സാരല്ലോ നോക്കി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു സാക്ഷ്യം പറയാം മമ്മി. വട്ടലച്ഛൻ്റെ അടുത്ത് പോയി അട്ടപ്പാടി പോയി ഒരു സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞില്ല. ദൈവം 2 ആഴ്ച പോലും തികയേണ്ടി വന്നില്ല. പറഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ ദൈവമേ ഒരു മുറി ഞാൻ ചോദിച്ച ദൈവം എനിക്ക് 3 മുറിയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നു. ഞാൻ നിങ്ങളോട് ദയവ് ചെയ്തൊരു കാര്യം പറയാം. നിങ്ങൾ ദൈവത്തോടൊരു കാര്യം ചോദിക്കുമ്പോൾ ചെറുതൊന്നും ചോദിക്കരുത്. കാരണം കഷ്ടിച്ചൊരു മുറി, ഒരു വാതിൽ, അങ്ങനെ ചോദിക്കരുത്. ചോദിക്കുകയാണെങ്കിൽ ആവശ്യത്തിന്. എനിക്ക് 8-10 മക്കളുണ്ടാവും, 8-10 മുറി, കാറ് ഉണ്ടാവും, കാറിടാൻ സ്ഥലം, പിന്നെ അതിനുള്ള ഗേറ്റ്, ഫ്രണ്ടിൽ കൂടെ റോഡ്, അങ്ങനെ എന്താ വെച്ചെങ്കിൽ ആവശ്യത്തിന് പറഞ്ഞാൽ നല്ല ദൈവം. നമ്മുടെ അപ്പൻ എന്താ കുറവ്? അവിടെ വല്ല കുറവുണ്ടോ? അപ്പന് വിഷമാവും, അവിടെ വല്ല ദാരിദ്ര്യമാവും എന്ന് വിചാരിക്കും. നല്ല സമൃദ്ധമായിട്ടിരിക്കുന്ന അപ്പനാണ്. അപ്പം അതിങ്ങോട്ട് തരാൻ പറയാം. അപ്പോൾ ദൈവം അങ്ങോട്ട് തരും. പ്രൈസ് ദി ലോർഡ്. ഈ അമ്മച്ചി 1 മുറിയുള്ള വീട് ചോദിച്ചു, പക്ഷേ ദൈവം അത് കരുണ തോന്നി 3 മുറിയുള്ള വലിയൊരു വീട് അങ്ങോട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ഹല്ലേലൂയ പാടിയിടും ഞാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിയിടും ഞാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചന ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ അനേകം ജീവിതങ്ങളിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ വർഷിച്ച് വിശ്വാസവും ഹൃദയത്തുറവിയും പ്രാർത്ഥനാ ചൈതന്യവും ആത്മീയ ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും ഇങ്ങനെ ദൈവരാജ്യത്തിൻ്റെതായ ഒരുപാട് നന്മകൾ കൊണ്ട് കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ജീവിതങ്ങളെയും കർത്താവ് ധന്യമാക്കുന്നുണ്ട്. അങ്ങനെ ധന്യമാക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ അനുഭവമാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. അവർക്ക് ആ വീട് ലഭിച്ചു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അവരുടെ സങ്കടങ്ങളും അവരുടെ നൊമ്പരങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെല്ലാം ദൈവത്തിന് മുമ്പിൽ പറയാൻ സാധിച്ചു.
ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിച്ചു, യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ സാധിച്ചു, അത് ജീവിതത്തിലേക്ക് ഒരു അനുഭവമാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തി. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുലിഖിതം. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു. ദൈവമക്കൾക്ക് എത്രമാത്രം ഉറക്കെ സ്തുതിക്കാമോ അത്രയും ഉറക്കെ തീഷ്ണതയോടെ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, അഭിഷേകം നിറയ്ക്കണമേ, ഉണർവ് നിറയ്ക്കണമേ, തീഷ്ണത നിറയ്ക്കണമേ, സൗഖ്യം നിറയ്ക്കണമേ, ഭവനങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, കുട്ടികളെ അനുഗ്രഹിക്കണമേ, യുവതിവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. നാനാജാതി മതസ്ഥരിലേക്ക് ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സൗഖ്യം, ദൈവത്തിന്റെ വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ശക്തിയുക്തം ബോധ്യപ്പെടുത്തണം എന്നതിനെക്കുറിച്ചാണ്. ശക്തിയുക്തം ബോധ്യപ്പെടുത്തണം. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണത്. അതുകൊണ്ട് ദൈവം നമുക്കൊരാത്മാവിനെ തരും എന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായം 15-ാം തിരുലിഖിതം. നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ തോൽപ്പിക്കാനോ കഴിയാത്ത വിധം വാക്ചാതുരിയും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ വചനം ഒന്ന് ഏറ്റു പറയാം. നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും നിങ്ങളുടെ എതിരാളികളാർക്കും ചെറുത്തു നിൽക്കാനോ ചേർത്ത് നിൽക്കാനോ തോൽപ്പിക്കാനോ കഴിയാത്ത വിധം വാക്ചാതുരിയും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് വാക്ചാതുരി നൽകുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ജ്ഞാനം കർത്താവ് പകർന്നു തരുന്നത്? എതിരാളികളുടെ മുമ്പിൽ, എതിർക്കുന്നവരുടെ മുമ്പിൽ, മല്ലടിക്കുന്നവരുടെ മുമ്പിൽ അവിടെ ഉറക്കെ പറയണം, അവിടെ സാക്ഷ്യപ്പെടുത്തണം, അവിടെ വെളിപ്പെടുത്തണം, അവിടെ പ്രഘോഷിക്കണം. നാം ശക്തിയുക്തം പറയണം. അതിനുവേണ്ടിയാണ് ഈ ജ്ഞാനം നമുക്ക് തരുന്നത്. അതിനുവേണ്ടിയാണ് ഈ വാക്ചാതുര്യം നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ആ സമയത്ത് പ്രദാനം ചെയ്യുന്നത്. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കിതിനെക്കുറിച്ച് ബോധ്യപ്പെട്ട ഒരു സംഭവം നിങ്ങളോട് പറയാം. ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഞാൻ കേൾക്കാൻ ഇടവന്നു. ഒരു ഇടവക വികാരിയച്ഛനെതിരെ ഇടവകയിലുള്ള ഒരു യുവാവ് ഫേസ്ബുക്കിൽ കുറേ നെഗറ്റീവായ കാര്യങ്ങൾ അങ്ങോട്ട് എഴുതി. ആ അച്ഛൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചും ആ ഇടവകയിലെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ആ അച്ഛനെ അപകീർത്തിപ്പെടുത്തുന്ന വിധം, ആ അച്ഛന് വളരെ സങ്കടമുണ്ടാക്കുന്ന വിധം ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതി വിട്ട്. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിപ്രായത്തോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും, പ്രത്യേകിച്ച് വികാരിച്ചിനെതിരായി കുറേ പേര് ഫേസ്ബുക്കിൽ ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി. വലിയൊരു തിന്മ പരക്കുകയാണ്. ഈ സമയം അവിടെ ജ്ഞാനിയായൊരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു പക്വതയുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യൻ ഫേസ്ബുക്കിൽ കയറിയിട്ട് ആ മനുഷ്യൻ എഴുതി, കുട്ടികളെ, നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ അവസരം, ഈ വേദി ഇതുപോലെ ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല.
നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സമയവും ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഫേസ്ബുക്ക് പോലുള്ള ഈ സോഷ്യൽ മീഡിയകളും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നന്മ, നിങ്ങളുടെ ദൈവം നൽകിയ താലന്തുകൾ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് കർത്താവ് നിങ്ങൾക്ക് ഇത് നൽകിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് തിന്മ വർദ്ധിപ്പിക്കാനോ ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഇത് ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. ആ മനുഷ്യൻ ശക്തിയുക്തം അദ്ദേഹത്തിന് കിട്ടിയ ബോധ്യം എഴുതി. അദ്ദേഹത്തിന് കിട്ടിയ ബോധ്യം അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഫേസ്ബുക്കിലൂടെ തന്നെ അദ്ദേഹം പരിശ്രമിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ആ തിന്മയുടെ മേൽ ദൈവത്തിനൊരു ശക്തിയോടെ വ്യാപരിക്കാൻ ഇടവന്നു. ഒരു തടസ്സം, അതിൻ്റെ മേലൊരു അന്ധകാര പീഡ അതങ്ങോട്ട് മാറി ആ കുട്ടികൾക്ക് അനുഗ്രഹം ഉണ്ടാകാൻ ഇടവന്നതായി ഞാൻ കേൾക്കുകയുണ്ടായി. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ, തിന്മയ്ക്ക് വേണ്ടി ഒരു വ്യക്തി ചാടിപ്പറയുമ്പോൾ അത് ഒരു പ്രത്യേക ഒരു ആവേശമാണ്. ഈ മദ്യത്തിനുള്ളിൽ കിടക്കുന്ന വീര്യം പോലെ ഒരു പ്രത്യേക ആവേശമാണ്, ഒരു പ്രത്യേക ജ്വരമാണ്, ഒരു പ്രത്യേക അന്ധതയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ദൈവത്തിന് ജ്ഞാനമുള്ള ഒരാളെങ്കിലും അങ്ങനെയല്ല, അത് ശരിയല്ല എന്ന് പറയാനുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ദൈവശക്തി വ്യാപരിക്കും. അവിടെ തിന്മയുടെ ആധിപത്യങ്ങൾ തകരും. ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിൻ്റെ കൃപകൾ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആ വ്യക്തിയുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സാത്താന്റെ വലിയ വലിയ പദ്ധതികളെ പരാജയപ്പെടുത്താൻ ആയിരക്കണക്കിന് ആളുകൾ വേണം നിർബന്ധമില്ല. ദൈവത്തിന്റെ ഉണർവ് പ്രാപിച്ച ഒരു മനുഷ്യൻ എഴുന്നേറ്റ് സംസാരിക്കാനുണ്ടെങ്കിൽ തിന്മയ്ക്ക് വ്യത്യാസം വരും. ഇത് നമ്മൾ കാണുന്നത് ദാനിയേൽ പ്രവചനത്തിലെ 13-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ സൂസന്ന എന്ന് പറയുന്ന ഒരു ദൈവ പൈതൽ, ആ ദൈവ പൈതൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ഇതാ വളരെ വലിയ തെറ്റുകാരിയായി സർവ്വജനത്തിന് മുമ്പിലും, സ്വന്തക്കാരുടെ മുമ്പിൽ, സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിലും, മക്കളുടെ മുമ്പിൽ പോലും, സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ പോലും ഒരു വാക്ക് തിരിച്ചു പറയാൻ പറ്റാതെ വലിയ തെറ്റുകാരിയായി ചിത്രീകരിക്കപ്പെടുകയും അവളെ ന്യായാധിപന്മാർ കൗശലപൂർവം വധശിക്ഷയ്ക്ക് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വേണ്ടി അവളെ വിധിക്കുകയും ചെയ്തു. അങ്ങനെ ആ നിരപരാധിയായ ആ നിഷ്കളങ്ക ജീവിതം കൊല്ലപ്പെടാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധ ചൈതന്യമുണ്ടായിരുന്ന ഒരുവനെ ഉണർത്തി. അതാണ് ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം 45 മുതൽ 49 വരെയുള്ള തിരുലിഖിതങ്ങളിൽ നാം കാണുന്നത്. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന് പേരുള്ള ഒരു ബാലൻ്റെ ആത്മാവിനെ കർത്താവ് ഉണർത്തി. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ജനം അവൻ്റെ നേരെ തിരിഞ്ഞു, നീ എന്താണ് പറഞ്ഞത്? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതാ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ട്, ന്യായാധിപന്മാർ എല്ലാവരും ഒറ്റക്കെട്ട്, നേതാക്കന്മാർ എല്ലാവരും ഒറ്റക്കെട്ട്, കുടുംബാംഗങ്ങളും ബന്ധുമിത്രെല്ലാം വാ പൂട്ടി നിശബ്ദമായി നിൽക്കുകയാണ്. ഇവൾ നിരപരാധിയാണെന്ന് അറിയാവുന്ന പലരും അവിടെ ഉണ്ടായിട്ട് വാ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ട്, അറിയാവുന്നവർ മിണ്ടാതെ നിൽക്കുന്നു. ഈ സമയത്ത് ദാനിയേൽ എന്ന് പറയുന്ന ബാലൻ എഴുന്നേറ്റു. അവൻ പറഞ്ഞു, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഉടനെ ജനം അവൻ്റെ നേരെ തിരിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഈ ജനം മുഴുവനും ഇവൾ കുറ്റക്കാരിയാണ് എന്ന് ചിന്തിക്കുകയും ഇവൾ കുറ്റക്കാരി അല്ലെന്ന് ബോധ്യമുള്ളവർ മിണ്ടാതെ നിൽക്കുകയും ചെയ്യുമ്പോൾ ഇതാ ഈ ബാലൻ എഴുന്നേറ്റ് പറയാണ്, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇങ്ങനെ എഴുന്നേറ്റ് ശക്തിയുതം പറയാനുള്ള ഒരാള് സമൂഹത്തിൽ വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവൻ പറഞ്ഞു, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഉടനെ അവൻ്റെ നേരെ അവരെല്ലാവരും തിരിഞ്ഞു. തുടർന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: നീ എന്താണ് പറഞ്ഞത്? അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഇത്ര മോശന്മാരാണോ? നോക്കൂ, വലിയ വാക്ചാതുരി, വലിയ ജ്ഞാനം, വലിയ ധൈര്യം. ഇത് ദൈവം പകർന്നു നൽകിയത് തന്നെ. ആരാണ് സംസാരിക്കുന്നത്? ആരാണ് ഇടപെടുന്നത്? ആരാണ് ധൈര്യപൂർവ്വം എഴുന്നേൽക്ക് നിൽക്കുന്നത്? അവൻ്റെ മേലാണ് ഈ ജ്ഞാനം നിറയുക, അവൻ്റെ മേലാണ് ഈ ശക്തി നിറയുക, അവൻ്റെ മേലാണ് ഈ അഭിഷേകം നിറയുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ മേൽ ഈ ശക്തിയും അഭിഷേകവും നിറഞ്ഞു. അവൻ ചോദിച്ചു, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഇത്ര ഭോഷന്മാരാണോ? വിചാരണ നടത്താതെയും വസ്തുതകൾ ഗ്രഹിക്കാതെയും ഒരു ഇസ്രായേൽ പുത്രിയെ നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കുന്നത് ന്യായമാണോ? നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കുന്നുവോ? അവനിലൂടെ ദൈവത്തിന് ശക്തി കൊണ്ട് പ്രവർത്തിക്കുകയാണ്. തുടർന്ന് അവൻ പറയുകയാണ്, വിചാരണ സ്ഥലത്തേക്ക് നീങ്ങുവിൻ, കാരണം ഈ മനുഷ്യർ ഇവൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു.
ഉള്ള കാര്യം ശക്തിയുക്തം ആ ബാലൻ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരൊറ്റ ശബ്ദത്തിന് ആ സംഭവഗതികളുടെ മുഴുവൻ ഒഴുക്ക് തിരിച്ചുവിടാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ശബ്ദമുള്ള ആ വ്യക്തി മിണ്ടാതിരുന്നെങ്കിലോ ആ നിരപരാധി കൊലയ്ക്ക് വിധിക്കപ്പെടുകയും അവൾ എല്ലാവരുടെയും മുമ്പിൽ കുറ്റക്കാരിയായി ഒരുപക്ഷെ ഇന്നും ചിന്തിക്കപ്പെടുകയും ചെയ്യുമായിരുന്നിരിക്കാം. എന്നാൽ അവന് കിട്ടിയ കൃപ, അവന് കിട്ടിയ ജ്ഞാനം, അവന് കിട്ടിയ അറിവ്, അവൻ എഴുന്നേറ്റ് നിന്ന് ധൈര്യപൂർവ്വം പറഞ്ഞു. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എൻ്റെ മാതാപിതാക്കൾ എന്ത് ചിന്തിക്കും, ഞാൻ പറഞ്ഞ ജനം കേൾക്കുവോ, ഇങ്ങനെ നാനാവിധമുള്ള ഭയത്തിൻ്റെയോ ഭീരുത്വത്തിൻ്റെയോ ചിന്തകൾക്ക് അവൻ വശം കൊടുത്തില്ല, അവൻ ഇടം കൊടുത്തില്ല, അവൻ ചെവി കൊടുത്തില്ല. അവൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോൾ അവനിലൂടെ ദൈവം പ്രവർത്തിച്ചു. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും നമ്മുടെ മധ്യത്തിൽ അനേകം തിന്മകൾ നടക്കുമ്പോൾ, അനേകം നിരപരാധികൾ കണ്ണുനീരിനും അപവാദങ്ങൾക്കും തകർച്ചകൾക്കും ഇരയാവുമ്പോൾ സംസാരിക്കാൻ വേണ്ടി ദൈവം പ്രചോദനം നൽകുന്നവർ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് അന്ധകാരം ഇവിടെ ശക്തി പ്രാപിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ സംസാരിക്കാനുണ്ടെങ്കിൽ അവിടെ സംഭവഗതികളുടെ ആ ഒഴുക്ക് മാറി വ്യത്യാസം വരും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ അനേകം കാര്യങ്ങൾ, അന്ധകാരത്തിന് അനേക പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ആരെങ്കിലും ഒരാൾ ആ ആത്മാവിന്റെ പ്രേരണ സ്വീകരിക്കുന്നുവെങ്കിൽ അവനിലൂടെ ദൈവത്തിന് ശക്തി പ്രവർത്തിക്കും എന്ന് തന്നെ ഇതിൽ നിന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. സംഖ്യയുടെ പുസ്തകം 13-14 അധ്യായങ്ങളിൽ മറ്റൊരു രംഗം നമുക്ക് കാണാം. അവിടെ മോശയുടെ നേതൃത്വത്തിൽ ദൈവജനം പുറപ്പെട്ട് കാനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുറച്ച് ചാരന്മാരെ മോശ തെരഞ്ഞെടുത്ത് ദേശത്തേക്ക് അയച്ചു. എല്ലാം പോയി നിരീക്ഷിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയി ആ ജെറിക്കോ നിരീക്ഷിച്ചതിന് ശേഷം തിരിച്ചു വന്നു. എന്നിട്ട് അവരിൽ കുറേ പേര് അവിടെയുള്ള എതിരായ കാര്യങ്ങളെല്ലാം പർവ്വതീകരിച്ച് പറഞ്ഞു. ജനം മുഴുവൻ ഭയവിഹ്വലരായി. അവർ രാത്രി മുഴുവൻ ഉറക്കം നിലവിളിച്ചു, അയ്യോ അവർ അതികായന്മാരാണ്, അയ്യോ അവർ രാക്ഷസന്മാരാണ്, അവരുടെ മുമ്പിൽ നമ്മൾ വിട്ടിലുകൾ പോലെയാണ്, അവർ നമ്മളെ വിഴുങ്ങിക്കളയും, നമ്മളെല്ലാം ഈ മരുഭൂമിയിൽ വെച്ച് ചാകും, നമ്മളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്ക് തിരിഞ്ഞു പോകാം. ഇങ്ങനെ ജനങ്ങളെല്ലാം കൂടെ ഭയത്തിലും ഭീതിയിലുമായി പോയി. അവർ കരച്ചിലും നിലവിളിയുമായി. ആർക്കും അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. മോശയും അഹ്റോനും നിസ്സഹായരായി. അവർ കമിഴ്ന്നു കൊണ്ട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വലിയ സങ്കീർണാവസ്ഥ ദേശത്ത് ജനങ്ങളിടയിൽ സംജാതമായി. അപ്പോൾ ദൈവത്തിന് ജ്ഞാനം ഉണ്ടായിരുന്ന ജോഷുവയും കാലബും അവർ ചാടി എഴുന്നേറ്റു. അതാണ് 14 അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ദേശം ഉറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട നൂനിൻ്റെ മകൻ ജോഷുവയും യഫുന്നയുടെ മകൻ കാലബും തങ്ങളുടെ വസ്ത്രം കീറി. അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ നമ്മെ അവിടുന്ന് അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്, ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടരുത്. നോക്ക്, വളരെ ശക്തിയോടെയാണ് പറയണത്, നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശം നല്ലതാണ്, അത് തേനും പാലും ഒഴുകുന്ന ദേശമാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടരുത്, അവർ നമുക്ക് ഇരയാണ്, ഇനി അവർക്ക് രക്ഷയില്ല, കർത്താവ് നമ്മോട് കൂടെയാണ്, അവരെ നാം ഭയപ്പെടേണ്ടതില്ല. ഇങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയുടെ ബോധ്യങ്ങൾ കിട്ടിയത് ആ സമൂഹത്തിൽ ഉറക്കെ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്താ സമൂഹത്തിൻ്റെ പ്രത്യേകത? ആ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ട്, ബാക്കി എല്ലാവരും വേറൊരു അരൂപിയാൽ നയിക്കപ്പെടുകയാണ്. ഇവർ മാത്രമേ മറ്റൊരു ചൈതന്യത്താൽ നയിക്കപ്പെടുന്നവരായിട്ടുള്ളൂ. ബാക്കി ജനം മുഴുവനും ഒറ്റക്കെട്ടാണ്. അവർ പറയാണ്, അയ്യോ അയ്യോ ശരിയല്ല, നമ്മൾ തകരും, നമ്മൾ നശിക്കും, നമ്മൾ തോക്കും, ഇനി രക്ഷയില്ല, എല്ലാം തീർന്നു, തിരിച്ചു പോകാം. ഇങ്ങനെ ഭയത്തിൻ്റെയും പരാജയത്തിൻ്റെയും വലിയ ഭീതിയുടെയും വാക്കുകൾ ഉരുവിട്ട് ജനം മുഴുവൻ ഒറ്റക്കെട്ട്. എന്നാൽ ജോഷുവയും കാലബും അവർ എഴുന്നേറ്റ് നിന്ന് അവരുടെ ബോധ്യം ശക്തിയുക്തം ഈ സമൂഹത്തോട്, ലക്ഷക്കണക്കിന് വരുന്ന ഈ സമൂഹത്തോട്, ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമൂഹത്തോട്, ഒറ്റയാൻ പട്ടാളം എന്നതുപോലെ ഇവർ എഴുന്നേറ്റ് നിന്ന് ശക്തിയുക്തം അങ്ങോട്ട് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ ജനങ്ങൾ ചെയ്തെന്നറിയോ? ജനങ്ങൾ ഇവരെ അംഗീകരിച്ചില്ല.
ജനങ്ങൾ ഇവരെ കൊല്ലാൻ വേണ്ടി കല്ലെറിയാൻ വേണ്ടി കല്ലുകൾ എടുത്തു എന്നാണ് തുടർന്ന് വരുന്ന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 10ാമത്തെ വാക്യം, എന്നാൽ ജോഷുവയെയും കാലബനെയും കല്ലെറിയണമെന്ന് സമൂഹം ഒറ്റക്കെട്ടായി ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. വീണ്ടും ഉടനെ തന്നെ കർത്താവിൻ്റെ മഹത്വം സമാഗമ കൂടാരത്തിന് മേൽ പ്രത്യക്ഷപ്പെട്ടു. അതാണ്, ആരാണോ ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു പ്രേരണ കിടുന്നത്, അവർ സംസാരിക്കുമ്പോൾ അവരുടെ കൂടെ കർത്താവ് വാക്ചാതുരി കൊടുക്കും, കർത്താവ് ജ്ഞാനം കൊടുക്കും. അവരെ തോൽപ്പിക്കാൻ പറ്റുന്നത് മാത്രമല്ല, വേണ്ടി വന്നാൽ അവരുടെ കൂടെ നിന്ന് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും കർത്താവ് തന്റെ സാന്നിധ്യം അറിയിച്ച് ജനത്തിനെ അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കും. ഉറക്കെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫേസ്ബുക്കിൽ ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പ്രചരിക്കുന്നത് കാണുമ്പോൾ നിശബ്ദരായിരിക്കരുത്. നിങ്ങൾക്ക് കർത്താവ് നൽകുന്ന നല്ല നല്ല ബോധ്യങ്ങൾ ശക്തമായി അതിനകത്ത് എഴുതണം. ഒരു പത്രത്തിൽ ഒരു കാര്യം കാണുമ്പോൾ, ഒരു മാസികയിൽ ഒരു കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് വായനക്കാർക്ക് എഴുതാവുന്നതിന് പ്രതികരിക്കാവുന്ന മേഖലയുണ്ട്. ശക്തിയുക്തം നിങ്ങളുടെ ബോധ്യങ്ങളും ആശയഗതികളും അവിടെ എഴുതണം, അവിടെ പ്രസംഗിക്കണം, അവിടെ പ്രചരിപ്പിക്കണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് കർത്താവ് പ്രവർത്തിക്കും. കാരണം ഈ സമൂഹത്തിന്റെ മേൽ പടരുന്ന അന്ധകാരത്തെ ഈ ദേശത്ത് നീക്കിക്കളയണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവാണ് സംസാരിക്കാനുള്ളവരെ, എഴുതാനുള്ളവരെ, പറയാനുള്ളവരെ ദേശത്ത് ഉയർത്തുന്നത്. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 46-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതത്തിൽ ഈ ഒറ്റയാൻ പട്ടാളത്തിന് അല്ലെങ്കിൽ ജോഷുവ, കാലബ് ഈ 2 പേരുടെ പ്രവർത്തനത്തിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായോ എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 46-ാം അധ്യായം 7-ാം തിരുലിഖിതം. മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യഫുന്നയുടെ പുത്രൻ കാലബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനം ഒറ്റക്കെട്ടായി ദൈവത്തിന് വിപരീതമായി നടക്കുമ്പോൾ, ഒറ്റക്കെട്ടായി അന്ധകാരം പറയുമ്പോൾ, ഒറ്റക്കെട്ടായി പരാജയം പറയുമ്പോൾ, ഒറ്റക്കെട്ടായി കയ്പ് സംസാരിക്കുമ്പോൾ ജോഷുവയും കാലബും എഴുന്നേറ്റ് നിന്നു. അവരുടെ പിറുപിറുപ്പിന് അറുതി വരുത്തി. അവരുടെ പാപം അവരിൽ നിന്ന് പറിച്ചു കളയാൻ അവർ കർത്താവിന്റെ ഉപകരണങ്ങളായി അവിടെ രൂപാന്തരപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനത്തിൽ 4-ാം അധ്യായം അതിൽ 33-ാം തിരുലിഖിതം മറ്റൊരു രംഗം നമ്മൾ കാണുകയാണ്. യേശു മരിച്ചതിന് ശേഷം ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ ശക്തിയോടെ പ്രസംഗിക്കാൻ തുടങ്ങി. അവരെ സിനഗോഗുകളിലും അധികാരിയുടെ മുമ്പിലും തടവിലിടുകയും പിടിച്ചുകെട്ടുകയും അവരെ മർദ്ദിക്കുകയും ഇനി മേലിൽ സംസാരിച്ച് പോകരുത് എന്ന് താക്കീത് കൊടുത്ത് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ വലിയ പീഡനങ്ങൾ അവരുടെ മേൽ അഴിച്ചുവിട്ടിരിക്കുന്ന കാലം. ഈ സമയത്ത് അവരുടെ സ്ഥിതി എന്തായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവർത്തനം 4:33 നാം വായിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഉയർത്തിട്ടില്ല, കർത്താവിൻ്റെ ശരീരം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. ഇങ്ങനെ ഒരുപാട് നുണകളെല്ലാം പ്രചരിക്കുമ്പോൾ അവർക്കറിയാവുന്നൊരു ബോധ്യത്തെക്കുറിച്ച്, അവർക്കറിയാവുന്നൊരു സത്യത്തെക്കുറിച്ച് അപ്പോസ്തലന്മാർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് വളരെ ശക്തിയോടെ ജനത്തിന് മുമ്പാകെ സാക്ഷ്യം നൽകി. ശക്തിയുക്തം ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ വാ തുറന്നു, അവർ സംസാരിച്ചു, ജനത്തെ അന്ധകാരത്തിൽ രക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 23-ാം തിരുലിഖിതം നാം കണ്ടു കഴിഞ്ഞതാണ്. ഉചിതമായ സമയത്ത് സംസാരിക്കാതെ പിൻവാങ്ങരുത്, ജ്ഞാനം മറച്ചു വെക്കുകയും അരുത്. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം അറിയുന്നവർ, ഒരു കാര്യത്തിനെ കുറിച്ച് ബോധ്യമുള്ളവർ, അത് ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും പത്രത്തിലൂടെ ആണെങ്കിലും മാസികയിലൂടെ ആണെങ്കിലും ജനങ്ങൾ ഒരു ചായക്കടയിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും അതിന് നമുക്ക് കിട്ടിയ ബോധ്യങ്ങൾ ആ സമൂഹത്തിൽ ശക്തിയോടെ പറയണം, അവതരിപ്പിക്കണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെ സെനഗോഗിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോൾ, രാജാക്കന്മാരുടെയും ഭരണകർത്താക്കളുടെയും ന്യായാധിപന്മാരും വലിച്ചഴിക്കപ്പെടുമ്പോൾ നിങ്ങൾ അവിടെ വാ തുറന്ന് സാക്ഷ്യപ്പെടുത്തണം, അറിയാവുന്ന സത്യം സാക്ഷ്യപ്പെടുത്തണം, ശക്തിയുക്തം പറയണം എന്ന് പറഞ്ഞിട്ട് ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയാണ്, ആ സമയത്ത് സംസാരിക്കേണ്ടത് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ എതിരാളി
എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വിധം വാക്ചാതുരിയും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് നമ്മുടെ കർത്താവ് വാക്ക് തരികയും ചെയ്തിട്ടുണ്ട്. ഉറക്കെ പറയുന്നു ഹല്ലേലൂയ. സംസാരിക്കുന്നത് കർത്താവ് അംഗീകരിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ മുമ്പിൽ പറയണം. ഒരു കുട്ടി തെറ്റ് ചെയ്യുന്ന കാണുമ്പോൾ പറയണം. ഒരു സമൂഹം തെറ്റിലേക്ക് പോകുന്ന കാണുമ്പോൾ പറയണം. ഒരു യോഗത്തിലിരിക്കുമ്പോൾ ദൈവികമായ ബോധ്യമുണ്ടെങ്കിൽ അത് പറയണം. ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ അത് പറയണം. അതിന് കർത്താവ് നമ്മളെ നിയോഗിച്ചിട്ടുണ്ട്. ഉറക്കെ പറയാം ഹല്ലേലൂയ. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുകയാണ്. എതിരാളികളുടെ മുമ്പിൽ സംസാരിക്കാനുള്ള ആ ഒരു ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. വാക്ചാതുര്യം തരും, ജ്ഞാനം തരും, ഞാൻ നിങ്ങളെ ബലപ്പെടുത്തുമെന്ന് പറഞ്ഞ കർത്താവേ, ലൂക്കായുടെ സുവിശേഷം 21:15 അന്വർത്ഥമാകട്ടെ. കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും സംസാരിക്കാൻ, പറയാൻ, ഏറ്റുപറയാൻ, ബോധ്യപ്പെടുത്താൻ അഭിഷേകം നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ ജീവിതത്തിന്റെ കണ്ണുനീർ എന്താണോ അത് യേശുവിലേക്ക് കൊണ്ടുവരിക. സങ്കീർത്തന പുസ്തകം 55 അധ്യായത്തിൽ 22 തിരുലിഖിതം, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് ഏറ്റെടുക്കും. രണ്ട് കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തിപ്പിടിക്കാം. എല്ലാ രോഗങ്ങളും ഇപ്പോൾ സമർപ്പിക്കുക. കിടക്കയിൽ കിടക്കുന്ന രോഗികൾ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ യേശുവേ എന്ന് പറഞ്ഞ് ദിവ്യകാരുണ്യത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ നിഷ്കളങ്ക വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതമുണ്ട്. എല്ലാവരും കൈകൾ ഉയർത്തി പിടിക്കട്ടെ. ഉറക്കെ സ്തുതിക്കുന്നു.